വല്ലാത്തൊരു മനപ്പരുത്തമാണല്ലോ. ദേ അവര് വരുന്നു. പ്രാർത്ഥിച്ചപ്പോ അവരെ ഒന്ന് കാണണമെന്ന് ഭഗവാനോട് പറഞ്ഞിരുന്നു. ആഹാ, അത് ശരി. എന്ന് വെച്ച് താൻ അവരോട് അടുപ്പൊന്നും കാണിക്കണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതിന് മാത്രം തെറ്റൊന്നും അവര് ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ, പക്ഷേ എന്റെ മനസ്സിലുള്ളത് ദൈവത്തെ ഓർത്ത് അവരെ അറിയിക്കരുത്. അത് ചേട്ടാ, ആരെ കാണുമെന്ന് ആഗ്രഹിച്ചോ അവരെ ദൈവം മുന്നിലെത്തിച്ചു. മുത്തശ്ശ, വീട്ടിൽ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവരോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. താൻ പാടോ. നിങ്ങളെ കണ്ടപ്പോ ഒന്ന് സ്നേഹത്തോടെ നോക്കാമായിരുന്നു. എന്നോട് ദേഷ്യം കാണും. ഇവളോടത് കാണിക്കേണ്ട കാര്യം എന്താ മുത്തശ്ശി? എനിക്കൊന്നും അറിയില്ല മോനെ. ഇപ്പൊ ഇതാ സ്വഭാവം. നിത്യേന ആ എൻ ജ്വല്ലറിയുടെ പരസ്യമൊക്കെ വരുമ്പോ പത്രത്തിൽ നോക്കി ചിന്തിച്ചിരിക്കുന്നത് കാണാം. മുത്തശ്ശി, നമ്മൾ തിരിച്ചു വരും. എല്ലാവർക്കും സംഭവിച്ചേക്കാവുന്ന ഒരു തകർച്ച നമുക്കും ഉണ്ടായി. അത് താൽക്കാലികമാ. അതിനു വേണ്ടിയിട്ടാ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നേ. ഞങ്ങൾ പക്ഷെ ഇപ്പൊ വന്നത് ബിസിനസിന്റെ കാര്യം പറയാൻ വേണ്ടിയല്ല. മുത്തശ്ശന്റെ ജന്മമാസമല്ലേ. എന്നോട് എത്ര വെറുപ്പായാലും ഞാൻ ആദ്യമായി ആരാധിച്ചത് എന്റെ മുത്തശ്ശനെയാണ്. ആ മുത്തശ്ശന്റെ ആരോഗ്യത്തിന് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്യാന് ഞാൻ വന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതല്ല, ആദർശേട്ടൻ തന്നെ പറഞ്ഞത്. മുത്തശ്ശന്റെ ജന്മമാസം ആയതുകൊണ്ട് ഇന്ന് അമ്പലത്തിലേക്ക് വരണമെന്ന്. എന്തായാലും അങ്ങനെ വന്നത് നന്നായില്ലേ നേനെ. നമുക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ പറ്റിയല്ലോ. മോളെ ഇതൊക്കെ കണ്ടിട്ട് മനസ്സ് നോവിക്കരുത്. മോനിപ്പൊ നിന്നില്ലെങ്കിൽ മോൾക്ക് മനസ്സമാധാനം കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടാ മനസ്സില്ല മനസ്സോടെ ഞങ്ങള് മോളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എങ്കിലും മോനെ, നിന്റെ ഈ തിരക്കിനിടയില് മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ മോളും മോളെ നോക്കിക്കോണം. ഇപ്പൊ ആർക്കും മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല. മോക്ക് മാത്രമേ അതിന് കഴിയൂ. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ദേവയാനി അവിടെ വരും കേട്ടോ. പിന്നെ രണ്ടാളും പോയ ശേഷം അവക്ക് ശരിക്കും ഉറക്കം പോലും ഇല്ല. എന്നാ പിന്നെ ചെല്ല്. കൂടുതൽ സമയം സംസാരിച്ച അദ്ദേഹത്തിന് എന്നോട് ദേഷ്യവും. ശരി മുത്തശ്ശി. എന്തിനാ കൊച്ചുമോനും ഭാര്യ ഇപ്പൊ വന്നതെന്ന് അറിയോ? നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? അല്ല, ഇദ്ദേഹത്തിന്റെ ജന്മമാസമാണല്ലോ കുംഭമാസം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ അവര് വന്നിരിക്കുന്നേ. ഇദ്ദേഹത്തിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി കൊച്ചുമോൻ ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ട്. മുത്തശ്ശൻ കൊച്ചുമോന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. രണ്ടാളും തമ്മിലുള്ള സ്നേഹം എത്രയാന്ന് ദൈവം കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാനും. പക്ഷേ അത് പരസ്പരം അറിയില്ലല്ലോ. അതിപ്പോ അവൻ അറിയാതിരിക്കുന്ന നല്ലത്. അവന്റെ നന്മയ്ക്ക്, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക്. അവൻ വെറുതെ ശയനപ്രദർശനം ഒന്നും നടത്തണ്ടായിരുന്നു. ഞാൻ ഒരു തവണ വലം വെച്ചപ്പോ തന്നെ നന്നായി ക്ഷണിച്ചായിരുന്നു. അതിപ്പോ അവനോട് പറയാൻ പറ്റില്ലല്ലോ. എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആയുസ്സും ആരോഗ്യം നൽകണേ ഭഗവാനെ. ഞാൻ കാരണം മുത്തശ്ശന് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എന്നോട് പൊറുക്കണേ ഭഗവാൻ. മുത്തശ്ശന് ശാന്തി സമാധാനം കൊടുക്കണേ. മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടില്ലായിരുന്നോ? ആ, കണ്ടു. മുത്തശ്ശൻ ചെറിയ പിണക്കത്തില്. എനിക്കൊന്ന് ശയനപ്രദക്ഷിണം നടത്തണമായിരുന്നു. സാറിന്റെ മുത്തശ്ശൻ ഇനി ആരെങ്കിലും ഇവിടെ വരുമ്പോ ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയ കഥ പറയാൻ തിരുമേനി നിൽക്കരുത്. എന്താ തിരുമേനി പറയാമെന്നത്? അല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് നേരം പ്രാർത്ഥിച്ചു എന്ന് പറയായിരുന്നു. ഇത് മുത്തശ്ശന്റെ ജന്മമാസമാ. പൂരോണ നക്ഷത്രം. അറിയാം, അന്ന് അന്നദാനം ഉൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം എന്റെ വകയായിട്ട് നടത്തണം. വിശേഷാൽ പൂജകളും. ചുറ്റുവിളക്കം നടത്തണം. ഓ ആയിക്കോട്ടെ. സാറിന്റെ അമ്മ വന്ന് ഇവിടെ പൂജ നടത്തുന്നത് മരുമോൾക്കും കൂടി വേണ്ടിയിട്ടാ. കൂട്ടത്തിൽ മോന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. എന്തായാലും കുടുംബത്തിൽ നിന്ന് സാറ് മാറി താമസിക്കുമെന്ന് കരുതിയില്ല. അത് വേണ്ടി വന്നു. മുത്തശ്ശന്റെ മനസ്സമാധാനം ഞാൻ കുറെ തല്ലിക്കെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രായശ്ചിത്തമായിട്ട് ഈ ശയനപ്രദക്ഷിണം ഞാൻ നടത്തുന്നത്. എന്തായത്? ഞാൻ അപ്പോഴേ പറഞ്ഞു എല്ലാം കൂടെ കുത്തി കയറി. ഇപ്പൊ കണ്ടില്ലേ, എന്റെ ഷർട്ട് മുഴുവനായി. ഭക്ഷണം മതിയാന്ന് വരെ കഴിച്ചാ പോരെ. എന്തിനാ എല്ലാം കൂടെ വാരി കയറ്റിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നത്? അവനവന്റെ മോളെയും കൊണ്ട് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങി തോന്നുന്നു. നല്ല മനസ്സോടെ അല്ലായിരിക്കും അവൻ മോളെ പുറത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അമ്മ നിർബന്ധിച്ചു കാണും. എന്റെ ഡ്രസ്സെല്ലാം നശിപ്പിച്ചു. മോളെ, എന്നാടാ? അല്ല, ഏട്ടനും ഏട്ടത്തിയും എവിടെ പോയിട്ട് വരുക? നെറ്റിയിലെ ചന്ദനക്കുറി കണ്ടറിയില്ലേ എവിടെ പോയതാന്ന്? ഓ, അമ്പലത്തിൽ പോയതായിരുന്നല്ലേ? ഏടത്തി, ഇത് കണ്ടോ? ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തതാ. അതെല്ലാം നീ ഇപ്പൊ എന്റെ ഷർട്ടിലുണ്ട്. അതിനെന്താണ് കുഴപ്പം? കുഞ്ഞുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ. ചിലപ്പോ ഇതുപോലെ വൊമിറ്റ് ചെയ്തെന്നൊക്കെ വരും. ആ സമയത്ത് വെറുപ്പോടെ മുഖം തിരിക്കാതെ സ്നേഹത്തോടെ പെരുമാറുക വേണ്ടത്. അയ്യോ, ഞാൻ അങ്ങനെ തന്നെയാ പെരുമാറിയത്. കുഞ്ഞിന്റെ വാ കഴിക്കും. അതിന് തന്നെയാ പോകുന്നത്. മോളെ, എന്താ പറ്റി? എന്നെ കൊണ്ട് ഒരുപാട് കഴിപ്പിച്ചു. അവനിപ്പോ മോളെ പുറത്തു വിട്ടതിനെ അവൻ പ്രതികാരം ചെയ്തായിരിക്കും. നീ എന്താടാ കുഞ്ഞിന് മനസ്സിന് പിടിക്കാത്ത ഫുഡാണോ വാങ്ങിച്ചു കൊടുത്തേ? അതൊന്നുമല്ല, മോൾക്ക് ഇഷ്ടപ്പെട്ട തന്നെയാ വാങ്ങിക്കൊടുത്തതും. മോളെ, അങ്ങനെയാണോ? അല്ല, ഇവന്റെ ഇഷ്ടപ്രകാരം വാങ്ങിച്ചു തന്നതാണല്ലേ? അതെ. ആഴ്ചന്റെ കാരണം പോയി കിടലോ. എടാ, നീ എത്ര ചതിയും മഞ്ചനായിട്ട് നടന്നാലും കുഞ്ഞിന്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങളിപ്പോ വീട് വിട്ട് നിൽക്കുന്നത് നിനക്കൊരു ആശ്വാസമാണല്ലേ? പക്ഷെ മോളെ നീ വേദനിപ്പിച്ച ഞങ്ങൾ പോയതുപോലെ തന്നെ അങ്ങ് തിരിച്ചു വരും. മോളെ, ഇവനോ ഇവന്റെ അമ്മയോ മോളെ അടിക്കോ വഴക്കോറയോ ചെയ്ത അപ്പൊ തന്നെ ഞങ്ങളെ വിളിക്കണം കേട്ടോ. നീ നിന്റെ ഭാര്യ ഏൻ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. എടാ, നിനക്ക് കള്ളക്കടത്ത് സ്വർണം വന്ന വഴിയൊക്കെ നന്ദു കണ്ടെത്തിയിരുന്നു. നിന്നെ സഹായിച്ചവരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിന് മുകളിൽ മറ്റാരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. നീയും നിരീക്ഷണത്തിലാണെന്ന് കൂട്ടിക്കോ. നന്ദു ഇനി നിന്നെ അറസ്റ്റ് ചെയ്ത അവളുടെ എല്ലാ ദേഷ്യവും നിന്റെ നേരെ തീർത്തിരിക്കും. ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചതും ഞങ്ങൾ വീട് വിട്ടു പോയതും ഒക്കെ ഞങ്ങളെക്കാളും വേദനിപ്പിച്ചിരിക്കുന്നത് അവളെയാ. അത് നീ മറക്കരുത്. മോളെ, അമ്മ ഇടയ്ക്ക് വിളിക്കാൻ കേട്ടോ. മോൾക്ക് എന്ത് വേണമെങ്കിലും മോളുടെ മുത്തശ്ശിയോട് പറയണം കേട്ടോ. മോളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നീ നിൽക്ക്. പിന്നെ ഭാര്യ വലിയ മോഡലായതുകൊണ്ട് ഭാര്യയുടെ ചെലവിൽ കഴിയാനും നിനക്ക് മടിയൊന്നുമില്ലല്ലോ. മോളെ, പോട്ടെ. ടാറ്റാ. പോട്ടെ മോളെ. ഇനി ഛർദ്ദിക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞേക്കാൻ എന്നോട്. പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. കേട്ടല്ലോ, വരാൻ. അച്ഛ, നയനമോള് വിളിച്ചിരുന്നു. അതിനെന്താ, ഞങ്ങൾ നാട് വിട്ടു പോണം. ഇപ്പൊ ആദർശ കമ്പനിയുടെ MD അല്ല. അവര് രണ്ടുപേരും വീട് വിട്ടു പോവുകയും ചെയ്തു. പിന്നെ എന്തിനാ അച്ഛൻ അവരോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ അച്ഛൻ ഒന്നും സംസാരിച്ചുകൂടായിരുന്നോ? അച്ഛന് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛന്റെ ജന്മമാസമായിട്ട്
അച്ഛന് വേണ്ടി തൊഴാനാ അവർ രണ്ടുപേരും അവിടെ വന്നത്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനും ആദർശ് അച്ഛന് വേണ്ടി ശയനപ്രദക്ഷിണം വരെ നടത്തി. ഇദ്ദേഹവും എന്താന്ന് ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. കമ്പനി തകർത്തതിനെ വഴിയിൽ വെച്ച് കാണുമ്പോ എനിക്ക് മുഖം തിരിച്ചു പോകാനേ പറ്റൂ, അല്ലാതെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. ഇയാള് വിലക്കിയിട്ടും ഏതാണ്ടൊക്കെ ചെന്ന് സംസാരിച്ചു. എന്തിനാ അച്ഛ അവരോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ? പരാജയപ്പെട്ട കൊച്ചുമോനാണ് ആദർശ്. അവനിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം അവൻ തന്നെ ഇല്ലാതാക്കി. എനിക്കിനി അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ. അച്ഛൻ നയനയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതെ, കുഞ്ഞുണ്ട്. നാളെ നിന്റെ മരുമോൾ അമ്മയാവും. അവൾക്ക് ശാന്തി സമാധാനം കിട്ടാനാണല്ലോ ഇവിടെ നിന്ന് ഓടിപ്പോയത്. ഇപ്പോൾ അവൾ ഭർത്താവിന്റെ അരികിലാണ് ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവരെ കണ്ടപ്പോ അച്ഛൻ ദേഷ്യത്തിൽ പോന്നത് അവരെ നല്ല പോലെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാ എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ. ഇദ്ദേഹം കേട്ടില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിലേക്ക് പോയപ്പോ ആരെ കാണണ്ടെന്നാണോ ഞാൻ ആഗ്രഹിച്ചത്, അവർ തന്നെ മുന്നിൽ വന്ന് പെട്ടു. അതെന്റെ ഭാഗ്യക്കേട്. അമ്മയ്ക്ക് അച്ഛനെ പറഞ്ഞു തിരുത്താൻ പറ്റില്ലേ? അമ്മയുടെ മുന്നിൽ മാത്രം അച്ഛനൊന്ന് തല താഴ്ത്തുന്നത്. ഇത്രയും ദേഷ്യം കാണിക്കാൻ ആദർശ് മോൻ എന്ത് തെറ്റാ ചെയ്തേ? ഇനിയിപ്പോ അവന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്നിരിക്കട്ടെ, അതിനവനെ ശിക്ഷിച്ചില്ലേ? എനിക്കൊന്നും അറിയില്ല മോളെ. പ്രായമാവും തോറും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇതൊക്കെ നല്ലതിനായിരിക്കും. എനിക്കാണെങ്കിൽ എന്റെ മോനെയും മോളെയും കാണാതെ പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയമ്മേ. എനിക്കും അങ്ങനെ തന്നെയാ. എന്ത് ചെയ്യാനാ? സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇദ്ദേഹം സമ്മതിക്കില്ല. പിന്നെ നയനമോളുടെ പ്രസവം വരെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. ആദർശേട്ടാ, എടോ ഇത് നോക്കി, നമുക്ക് ഒരു ബ്രാഞ്ചേ ഉള്ളൂ ഇവിടെ. ഇതിപ്പോ 5 കിലോമീറ്ററിൽ 2 എണ്ണം. വിഷുവിന് മുന്നേ തന്നെ ലോഞ്ച് ചെയ്യാൻ അവരുടെ പരിപാടി. ഇവര് കിട്ടുന്ന ലാഭം മുഴുവൻ ഇങ്ങനെ പരസ്യത്തിന് ചെലവാക്കാണല്ലോ ആദർശേട്ടാ. മലയാളത്തിലെ ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരും ആലോചിച്ച് നോക്ക്. നമ്മളും കൊടുക്കാറുണ്ട് ഓണത്തിനും വിഷുവിനും ഒക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഇതിന്റെ ഇനോഗ്രേഷനും ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ കൊണ്ടായിരിക്കും ചെയ്യിക്കുക. ഫ്രണ്ട് പേജിൽ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്നത് ആരാണെന്ന് കണ്ടില്ലേ? എന്റെ ചേച്ചിയും സൂപ്പർ സ്റ്റാർ ആയി. ഇതൊക്കെ അവർ കരുതി കൂട്ടി ചെയ്യുന്നത്. ഇത്തവണത്തെ വിഷുവേ നമ്മൾ മറക്കുന്നത് നല്ലത്. അനിയ ഇപ്പൊ കമ്പനിയുടെ MD. അവനാണെങ്കിൽ അത്ര സന്തോഷത്തോടെയല്ല ഇപ്പോഴും ഓഫീസിലേക്ക് പോകുന്നത്. കമ്പനിക്ക് ഇടിവുണ്ടായ അത് അവനെയല്ലേ ബാധിക്കുന്നത്? മുത്തശ്ശൻ പറയുന്നതിൽ ഒരു ഉപദേശമുണ്ട്. സത്യസന്ധമായ വിജയങ്ങൾ മാത്രമേ നിലനിൽക്കൂ. നമ്മൾ PR വർക്കിലൂടെ അമിത പരസ്യത്തിലൂടെ നേടിയെടുക്കുന്നൊക്കെ അത് പെട്ടെന്ന് പോകും. അതിന് ആയുസ് കുറവാ. മൂർത്തി ജ്വല്ലറി കലർപ്പില്ലാത്ത സ്വർണം കൊടുത്ത ആ മേഖല കീഴടക്കിയത്. അവിടെ പണിക്കൂലിയൊന്നും വാങ്ങാതിരുന്നിട്ടില്ല. പിന്നെ സാധുക്കളായ ആൾക്കാരുണ്ട്. പെൺമക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി കടം വാങ്ങിയ പൈസ ആയിട്ട് വരുന്നവര്. അവർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഇവിടെ ജ്വല്ലറി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താല് അതൊക്കെ പിന്നെ പരസ്യമാവുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. എന്തായാലും നമുക്ക് കിരണിനെയും കല്യാണിയും ഒന്ന് കാണണം. ജ്വല്ലറി പന പോലെ വളരട്ടെ. അതുപോലെ തന്നെയായിരിക്കും അവരുടെ വീഴ്ചയും. അത് നീ ഓർത്തു വെച്ചോ. എടാ, ഒരു ജൂവലറിക്കാരും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഈ 10 കിലോമീറ്ററിനുള്ളിൽ 2 ജൂവലറി തുടങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പരസ്യം നീ കണ്ടില്ലേ? രണ്ടാമത്തേതില് ഡയമണ്ട്സിന്റെ കളക്ഷൻസ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് റോൾ ഉണ്ട് കിരൺ. എങ്ങനെ? ആ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ ചെയ്താണ്ട് പൂർത്തിയാവാറായി. ഇപ്പൊ ബിൽഡിംഗിന്റെ വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. നീ നിന്റെ സോഴ്സും ഞാൻ എന്റെ സോഴ്സും ഉപയോഗിച്ച ഇന്റീരിയർ വർക്ക് നേടിയെടുത്തത്. വർക്ക് പുരോഗമിക്കുന്നതിനനുസരിച്ച് അവിടുത്തെ രഹസ്യങ്ങൾ പരമാവധി ചോർത്തിയെടുക്കാൻ വേണ്ടി കല്യാണിയോട് നീ പറയണം. പിന്നെ വിപുലമായ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ അവർ പരസ്യം കൊടുത്തിരിക്കുന്നത്. വിഷുവിന്റെ അന്ന് ലോഞ്ച് ചെയ്യുമെന്നും പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിന് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും. അവർ പരസ്യത്തിന് വേണ്ടി എന്ത് പൈസയുടെ വാരി അറിയുന്നത്? കള്ളപ്പണം ഒരുപാടുണ്ട്. അത് വെളുപ്പിക്കാനുള്ള ശ്രമമാണ്. കള്ളക്കടത്ത് സ്വർണ്ണമായതുകൊണ്ട് പണിക്കൂലി പോലും വാങ്ങാതെ സ്വർണം കൊടുക്കുന്നത്. പണിക്കൂലി കുറവാണെന്ന് പറഞ്ഞ് ഇവിടെ പല ജ്വല്ലറികളും വന്നിട്ടുണ്ട്. അതൊക്കെ തുടങ്ങുന്നതിനേക്കാളും വേഗത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അവിടെ പല സ്കീമുകളും തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പിന്നെ പെട്ടുപോയിട്ടുണ്ട്. എന്നാലേ ജ്വല്ലറിയുടെ കാര്യം അങ്ങനെയല്ല. അവർ ഈ മേഖല പിടിച്ചെടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നിന്റെ മുത്തശ്ശൻ നേർവഴിക്ക് സഞ്ചരിക്കുന്ന കൂട്ടത്തില. ഇനി എതിരാളികൾ എത്ര വളർന്നാലും അവരെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവര് കളിക്കുന്ന വൃത്തികെട്ട കളിയൊന്നും അദ്ദേഹം കളിക്കില്ല. എനിക്ക് പക്ഷെ നേരായ മാർഗത്തിൽ പോയാൽ സത്യങ്ങളൊന്നും അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് കുറച്ച് വളഞ്ഞ വഴി സ്വീകരിച്ചേ പറ്റൂ.